നമുക്കറിയാം IPL എന്ന് പറഞ്ഞാൽ പൈസയും കൊണ്ടുള്ള ഒരു കളിയാണ് അല്ലേ. ഇപ്രാവശ്യത്തെ IPL ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം അല്ല, IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയറാണ് ഋഷഭ് പന്ത്. 27 കോടി രൂപയ്ക്കാണ് LSG ഋഷഭ് പന്തിനെ വാങ്ങി ക്യാപ്റ്റനാക്കിയത്. എന്താണ് അവസ്ഥ? ദയനീയം എന്നല്ലാതൊരു പേടില്ല. 9 മാച്ച് കളിച്ചതിൽ വെറും 106 റൺസ് മാത്രമാണ് ഇതിനോട് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞത്. ആവറേജ് വെരി വെരി പുവർ 13.25. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ അതിലും പുവർ, വെറും 96.36. 10, 14, 18 വയസ്സുള്ള പിള്ളേരെല്ലാം 180, 200, 220 സ്ട്രൈക്ക് റേറ്റിൽ റൺസ് എടുക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 27 കോടി മുടക്കിയ ഋഷഭ് പന്ത്, അങ്ങനെ വേണം. സ്ട്രൈക്ക് റേറ്റ് 96.36. റൺസ് എടുക്കാത്തത് മാത്രമല്ല, ഇപ്പോൾ അവസാനം ഡൽഹി ക്യാപ്റ്റൻസോടുള്ള മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങിയത് 7ാമത്, അതിലും ഡെക്ക്. ധോണിയുടെ മാർഗം സ്വീകരിച്ചിട്ട് അദ്ദേഹം ഇപ്പം ബാറ്റിങ്ങിന് വരുന്നില്ല, ഏറ്റവും അവസാനം ബോളർമാർക്ക് തൊട്ട് മുമ്പായിട്ടൊക്കെയാണ് വരുന്നത്. കഷ്ടമാണ്, കഷ്ടം. 27 കോടി മേടിച്ചതിൻ്റെ ഒരു സീരിയസ്നെസ് എങ്കിലും ഋഷഭ് പന്ത് കാണിക്കണം. ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ എല്ലാം സെഞ്ചുറി അടിച്ചാലും 27 കോടി LSGക്ക് മുതലാവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഋഷഭ് പന്ത് എല്ലാവരും തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്ന മറ്റൊരു മുതലുണ്ട്. 23.75 കോടി രൂപയ്ക്ക് വാങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വെങ്കടേഷ് അയ്യർ 8 മത്സരങ്ങളിൽ നിന്ന് വെറും 135 റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. 22.50 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 23.75 കോടി. എല്ലാവരും ഋഷഭ് പന്തിനെ തെറി പറയുന്നതുകൊണ്ട് ഇദ്ദേഹം സൈഡിൽ കൂടി ഇങ്ങനെ രക്ഷപ്പെട്ട് പോവുക. പക്ഷേ അവസ്ഥ കഷ്ടമാണ്. ഈ പൈസ കൊടുത്ത് മേടിച്ചതിൻ്റെ എന്തെങ്കിലും ആത്മാർത്ഥത ടീമിനോടും ടീമിൻ്റെ മുതലാളിയോടും കാണുന്ന ജനങ്ങളോടും ഫാൻസിനോടൊക്കെ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. വേറെ കുറേ ഫ്ലോപ്പായിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന 2 പേരാണ്, വെങ്കടേഷ് അയ്യരും ഋഷഭ് പന്തും.